മോഷ്ടാക്കൾ പല രൂപത്തിലും വേഷത്തിലും വരും അല്ലേ? എന്നാൽ കോവിഡ് കാലത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു കള്ളൻ കൊല്ലം ശങ്കരമംഗലത്ത് എത്തിയത്. സ്റ്റുഡിയോയിൽ നിന്ന് ക്യാമറ മോഷ്ടിച്ച കള്ളനെ തപ്പുകയാണ് ഇപ്പോൾ ചവറ പോലീസ്. ഇത് കോവിഡ് കാലത്തെ ദൃശ്യമല്ല. കഴിഞ്ഞ ദിവസം ശങ്കരമംഗലത്തെ പ്രൈം സ്റ്റുഡിയോയിൽ എത്തിയ കള്ളനാണ് ഇത്. PPE കിറ്റും ധരിച്ച് കടയുടെ വാതിൽ തകർത്ത അർദ്ധരാത്രിയിൽ സ്റ്റുഡിയോയ്ക്കുള്ളിലേക്ക്. കടയ്ക്കുള്ളിൽ കടന്ന കള്ളൻ അവിടെയാകെ പരതി. 2 ക്യാമറയും ലെൻസും മേശയിലുണ്ടായിരുന്ന 5000 രൂപയും കവർന്നു. യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ മുങ്ങി. ഏകദേശം ഒരു 8 ലക്ഷം രൂപ മറ്റേ വില മതിക്കുന്ന 2 ക്യാമറയും ഒരു 3 ലെൻസും എനിക്ക് നഷ്ടമായി. പിന്നെ ഇവിടെ ക്യാഷ് ആയിട്ട് 5000 രൂപ പോയിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി 8 മണിക്ക് കടയടച്ച ശേഷം വിതിൻ മോഹൻ സമീപത്തെ പള്ളിയിലെ പെരുന്നാൾ സമാപനത്തിൽ പങ്കെടുക്കാനായി പോയി. രാത്രി 12 മണിയോടെ തിരികെ എത്തി സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ വെച്ചിരുന്ന ബൈക്കുമെടുത്ത വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോഴൊന്നും കടയിൽ മോഷണം നടന്നിരുന്നില്ല. പുലർച്ചെയോടെയായിരുന്നു മോഷണമെന്നാണ് സൂചന. കമ്പിപ്പാര ഉപയോഗിച്ചാണ് കടയുടെ ഷട്ടർ തകർത്തത്. വിരൽ അടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. സംഭവത്തിൽ ചവറ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. തത്സമയം കണ്ണൻ നായർ ചേർന്നു. കണ്ണൻ നായർ, ഗുഡ് മോർണിംഗ്. പലതരത്തിലെ കള്ളന്മാരെ കണ്ടിട്ട്, പക്ഷേ ഈ PPE കിറ്റൊക്കെ ഇട്ട് മോഷണം നടത്താം എന്ന കണ്ടുപിടുത്തം തന്നെ പൊളിയാണ്. പക്ഷെ ആളിനെ എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കോവിഡ് കാലത്ത് നമ്മൾ സർവ്വസാധാരണമായി കണ്ട ഒരു രൂപമാണ് PPE കിറ്റ് ധരിച്ചു വരുന്ന ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർ. അതിൻ്റെ ഒരു കാലം കഴിഞ്ഞു നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് വന്നുവെങ്കിൽ പോലും ഈ മോഷണത്തിന് PPE കിറ്റ് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് ഒരു ഐഡിയ തോന്നിയ കള്ളനെ സമ്മതിക്കാതെ തരമില്ല കേട്ടോ. കാര്യം ഇത്തരത്തിൽ PPE കിറ്റ് ധരിച്ചുകൊണ്ട് വന്ന് ഒരു കാരണവശാലും തൻ്റെ ഐഡൻറ്റി വ്യക്തമാകില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ, ആ വ്യക്തി PPE കിറ്റും ധരിച്ചുകൊണ്ട് അവിടേക്ക് സ്റ്റുഡിയോയിലേക്ക് വരുന്നു. കമ്പിപ്പാര ഉപയോഗിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട വാതിൽ ഷട്ടർ തകർക്കുന്നു. അതിനുശേഷം അയാൾ അകത്തേക്ക് കയറുന്നു. അയാൾ ഷട്ടർ തുറന്ന ശേഷം മുൻവശത്തൊരു CCTV ഉണ്ട്. ആ CCTVയുടെ ക്യാമറ എടുത്ത് മുകളിലേക്ക്, അതായത് ദൃശ്യങ്ങൾ ഒരു കാരണവശാലും CCTVയിൽ പകരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലെടുക്കുന്നു. അതിനുശേഷമാണ്, അതായത് ബുദ്ധിമാനായിട്ടുള്ളൊരു കള്ളനാണ്. അതിനുശേഷമാണ് ഇയാൾ ഈ സ്റ്റുഡിയോയിലേക്ക് കയറുന്നതും. സ്റ്റുഡിയോയിൽ കയറി മേശ വലിപ്പം എല്ലാം തന്നെ ഒന്ന് പരിധി നോക്കി. പക്ഷേ അവിടെയൊന്നും കിട്ടിയില്ല. ഏതാണ്ട് 5000 രൂപ മാത്രമാണ് കിട്ടിയത്. അതിനുശേഷം തൊട്ടടുത്ത് ക്യാമറ വെക്കുന്ന മുറിയുണ്ട്. ആ ക്യാമറ വെക്കുന്ന മുറി തുറന്നിട്ട് നേരെ അവിടേക്ക് കയറുകയാണ്. അത് ഒരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് അതിൻ്റെ പൂട്ട് തകർത്ത ശേഷം അകത്തേക്ക് കയറുന്നു. 2 ക്യാമറ, ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ എടുത്ത്, അതായത് ഏതാണ്ട് ഒരു വലിയ ദൗത്യ ആരോഗ്യ പ്രവർത്തനം നടത്തിയ ശേഷം മടങ്ങുന്നതിന് സമാനമായ രീതിയിൽ ഈ വ്യക്തി മടങ്ങുകയാണ്. ആ വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടി ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഈ ഡോഗ് സ്ക്വാഡും ഒക്കെ തന്നെ അവിടെ എത്തി പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ വല്ലാത്തൊരു ദൗത്യമായി പോയി. ആരോഗ്യ പ്രവർത്തനം നടത്തും പോലെ മോഷണം നടത്തുക എന്ന് പറയുന്നത്, ചെറിയ പൈസയുടെ ക്യാമറയല്ല നഷ്ടമായത്, തുകയായ 5000 രൂപയാണ് നഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോഴും ഒരു വലിയ തുകയുടെ ക്യാമറകൾ നഷ്ടപ്പെട്ടു എന്നത് അദ്ദേഹം പറയുകയും ചെയ്യുന്നല്ലോ, സ്റ്റുഡിയോ ഉടമ. എത്രയും പെട്ടെന്ന് ഈ കള്ളനിലേക്ക് അന്വേഷണം എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പിന്നെ ഈ PPE കിറ്റൊക്കെ ഇട്ട എങ്ങനെയേ കണ്ടുപിടിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടല്ലേ? ഏതായാലും കിട്ടുമായിരിക്കും.